എല്ലാം ഇങ്ങനെ ഹായ് വന്ന് പറയും. ഇടയ്ക്കിടയ്ക്ക് ഫ്രെയിമിൽ കയറി വന്ന് എന്തെങ്കിലുമൊക്കെ കോപ്രായം കാണിച്ചിട്ടൊക്കെ പോകും കേട്ടോ. പിന്നെ ഇതുങ്ങൾ അതിൻ്റെ ഇടയിൽ എൻ്റെ ചെറുക്കനും മറ്റവനും തമ്മിൽ എന്തോ വഴക്കുണ്ടാക്കിയിട്ടാണ്. അപ്പോഴത്തേക്ക് എന്തോ ഇലയുടെ കാര്യത്തിനോ അങ്ങനെ എന്തോ ആ ഇല പറിച്ചിട്ട് എന്തോ റബ്ബറിൻ്റെ ഇലയാണത്, അത് പറിച്ചു കൊടുത്തപ്പോഴത്തേക്കും പുള്ളിക്ക് എന്തോ വഴക്കായോ അങ്ങനെ എന്തോ പ്രശ്നമാണ്, നമുക്കത് കൃത്യമായിട്ടൊന്നും അറിയില്ല. ഒരു വട്ടയുടെ ഇല പറിച്ചു കൊടുത്തപ്പോൾ പുള്ളിക്ക് പിന്നെ സന്തോഷമായി. അത് കഴിഞ്ഞ് അവിടെ നിന്ന് താഴത്തേക്ക് ചാടാൻ നോക്കിയിട്ടാട്ടാ ആ മൂട്ടിൽ ചെളി പറ്റിയത്. അത് കഴിഞ്ഞ് പിന്നെ ഇവളുമാർ ഓരോ കോപ്രായാട്ടാ എടുത്ത് വെച്ചുകൊണ്ട് നടക്കണേ. അപ്പോൾ ആ എടുത്ത് വെക്കുന്നവൾ ഇവളുമാരെക്കാളും ഒരു 2 വയസ്സിന് മൂത്തത്, അതുകൊണ്ടാണ് അവളെ കൊണ്ടാണ് ഇവളുമാരെല്ലാം ചെയ്യിക്കുന്നത് കേട്ടോ. ചേച്ചിയാണെന്നുള്ള ഇതിൽ, മൂത്തതാണെന്നുള്ള ഇതിൽ. എന്നാൽ ചേച്ചി എന്നൊന്നും അല്ല വിളിക്കുന്നത്, എടി പൊടി എന്നൊക്കെയാണ്, കൂട്ടുകാരാണല്ലോ. അതിനിടയ്ക്ക് സുണ്ടു എന്തോ തല്ലി പിടിച്ചു, പിന്നെ അവിടെ നിന്ന് ഓടിപ്പോയി. ഈ ചെടി നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? കാരണം ഇത് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ആയിട്ട് വെക്കുന്ന കേട്ടോ, നല്ല വിലയൊക്കെ കൊടുത്ത ആളുകൾ വീട്ടിൽ വാങ്ങി വെക്കുന്നതാണെന്ന് തോന്നുന്നു. ഇവിടെ ഈ പറമ്പിൽ ഇഷ്ടം പോലെ ഇതുകൊണ്ട് കേട്ടോ, ഈ ചേമ്പിൻ്റെ പല വെറൈറ്റീസ് ഉണ്ട്. നമ്മുടെ ഈ ആകാശം ഇങ്ങനെ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു, കാരണം ഇവിടെ വരുമ്പോഴത്തേക്കും ഈ റബ്ബറിൻ്റെ ഇലയുടെ ഇടയിൽ കൂടെ നമ്മുടെ ആകാശം കാണാൻ നല്ല ഭംഗിയാട്ടോ. അപ്പോൾ ഈ പൂവിൻ്റെ പേര് നിങ്ങൾക്കറിയാമോ? കാരണം ഇവിടെ നല്ല മണം കേട്ടോ ഈ പൂവ് ഉണ്ടായി കഴിയുമ്പോഴത്തേക്കും. ഇതിന് 3 ഘട്ടങ്ങളായിട്ടാണ്. ഫസ്റ്റ് ടൈം ആ ലാവണ്ടർ, പിന്നെ അതൊരു ലാവണ്ടർ വൈറ്റ് മിക്സ് ആവും, പിന്നെ ലാസ്റ്റ് വൈറ്റ് ആവും. ഈ പൂച്ചവാലൻ ചെടി അറിയോ? പൂച്ചയുടെ വാല് പോലെ ഇരിക്കുന്നതുകൊണ്ടായിരിക്കും ഇതിന് പൂച്ചവാലൻ എന്ന് പേര് വന്നേട്ടാ. ഇത് കാണുമ്പോൾ നമുക്ക് നൊസ്റ്റ് അടിക്കുവേ. പഴയ കാലഘട്ടത്തിലൊക്കെ വീടുകളുടെയൊക്കെ വഴിയുടെ വാതിക്കലൊക്കെ ഈ ചെടി ഇങ്ങനെ ഉണ്ടാവുമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഒരു 10-15 കൊല്ലം മുന്നേ നമ്മുടെ കല്യാണങ്ങൾക്കൊക്കെ ബൊക്കെയായിട്ട് ഈ ചെടി, ഇപ്പം ഞാൻ കാണിച്ച കളർ ചെടിയൊക്കെ വെച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോൾ ആ ചെമ്പരത്തി ഇങ്ങനെ വെയിലത്ത് നിൽക്കുന്നതൊക്കെ നല്ല ഭംഗിയാണല്ലോ അതിൻ്റെ ആ ഒരു കളറ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചുമ്മാ വീഡിയോ എടുത്താട്ടാ. അതിനുശേഷം ഇതുങ്ങൾ തമ്മിലെന്തോ കളിയൊക്കെയാണ്. അന്നേരം സുണ്ടു അവിടെ വീഴും, അങ്ങനെ എന്തോ ഒക്കെ സംഭവിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് നിങ്ങൾ മഞ്ചാടി പെറുക്കാൻ പോവുകയാണെ. സുണ്ടു ചെറുതായി